അധ്യാപക ഒഴിവ് അധികൃതർ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പരാതി. മലപ്പുറം ഐക്കരപ്പടിയിലെ റുക്യയ്ക്കാണ് ഇതുവഴി നഷ്ടമായത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയാണ്. UPSC പരീക്ഷയിൽ ഭേദപ്പെട്ട റാങ്ക് ലഭിച്ചിരുന്നെങ്കിലും റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. അർഹതയുണ്ടായിട്ടും അധികൃതർ ഒഴിവുകൾ കൃത്യസമയത്ത് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് മൂലമാണ് മലപ്പുറം ഐക്കരപ്പടി പുതുപ്പാണത്ത് റുക്കിയയ്ക്ക് തന്റെ സർക്കാർ അധ്യാപികയാവുകയെന്ന വലിയ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. 47-കാരിയായ റുക്കിയയ്ക്ക് ഇനിയൊരു അവസരമുണ്ടാകില്ല. എൻ്റെ റാങ്ക് ഈ ജില്ലയിൽ 437 എന്ന് പറയുന്നത് നല്ലൊരു റാങ്കാണ് മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ വളരെ കുറഞ്ഞ നിയമനമാണ് ഇവിടെ നടന്നത്. DDയുടെ അനാസ്ഥ മൂലമാണ് എനിക്ക് ജോലി നഷ്ടമായത്. 2024-25 അധിക തസ്തിക മൂലം ഉണ്ടായ ഒഴിവുകൾ DGയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും DGയിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടും അത് PSCയിലേക്ക് കറക്റ്റ് സമയത്ത് DD റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വിഷമം എനിക്ക് നേരിടേണ്ടി വന്നത്. 15 വർഷത്തോളം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതിയാണ് മലപ്പുറം UPSC റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. നിർധന കുടുംബാംഗമായ റുക്കിയയ്ക്ക് ലക്ഷങ്ങൾ നൽകി എയ്ഡഡ് സ്കൂളിൽ കയറാനുള്ള സാമ്പത്തികമില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 47 വയസ്സായി, മാരീഡ് അല്ല. എനിക്കാണെങ്കിൽ ഒരു 70% MR മെൻ്റലി ഭിന്നശേഷിയായിട്ടുള്ളൊരു സിസ്റ്ററുണ്ട്. അവളുടെ ലീഗൽ ഗാർഡിയനാണ് ഞാൻ. എൻ്റെ ഉമ്മ മരണപ്പെട്ടതാണ്. പിന്നെ കുറച്ച് BPL ആയിട്ടുള്ളൊരു കുടുംബമാണ്. വളരെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് ഞാൻ ഈ ഒരു ജോലി എൻ്റെ വളരെ അത്രയും അതിയായ അംബിഷനായിട്ടുള്ള ഈ ഒരു ടീച്ചർ എന്ന ഒരു ജോലിക്ക് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടും ഈ ഒരു അവസ്ഥയിൽ ഈ ലാസ്റ്റ് നിമിഷത്തിൽ വെച്ച് അത് എന്നിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്. ജില്ലയിൽ 2024-25 അക്കാദമിക വർഷത്തെ അധിക തസ്തികകൾ അനുവദിക്കുന്നതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള പെരുമാറ്റച്ചട്ടം മൂലം മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 6-ന് അധിക തസ്തികകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളുടെ എണ്ണം PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉത്തരവ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ ജൂൺ 28-നാണ് ജില്ലയിൽ അധിക തസ്തികകളുടെ ഉത്തരവിറങ്ങിയത്. ഇതിൽ 33 അധിക തസ്തികകളാണ് അംഗീകരിച്ചത്. ഇതിന്റെ 75%-മായ 24 ഒഴിവുകൾ നേരിട്ടുള്ള നിയമനത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ജൂൺ 29-ന് തന്നെ ഈ ഒഴിവുകൾ അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യാമായിരുന്നുവെങ്കിലും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ ലിസ്റ്റിലുണ്ടായിരുന്നവർക്കൊപ്പം നിയമ നടപടിക്കൊരുങ്ങുകയാണ് റുക്കിയയും. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം. അങ്ങനെ ഒരു എത്ര കാലത്തെ അവരുടെ അധ്വാനമാണല്ലേ. വലിയ വിഷമം തോന്നുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായി വളരെ ലളിതമായി കാണുന്നൊരു സംഭവമായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ ഒരു ജീവിതം മുഴുവൻ നഷ്ടപ്പെടുന്ന ആളുകൾ വലിയ പ്രതീക്ഷ. മുൻ ഓർമ്മയില്ലേ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നടന്ന സമരങ്ങളൊക്കെ? അപ്പോൾ നമ്മൾ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണേ എന്നുള്ളത്. കാരണം അത്രത്തോളം അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ 47 വയസ്സായി, ഇനി ഒരു പരീക്ഷയ്ക്ക് അവർക്ക് എഴുതാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ സാങ്കേതികമായി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യവും കാണുന്നില്ല. അതാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. ശരി, എന്തായാലും എനിക്കൊരു